ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതിപ്പോൾ ഈ ദാമ്പത്യ പ്രശ്നങ്ങളാണെങ്കിലും മറ്റെന്താണെങ്കിലും ആത്മഹത്യയല്ല ഒന്നിൻ്റെയും പരിഹാരം. അത് പരിഹരിക്കാനുള്ള വഴികളുണ്ട് എന്ന കാര്യം ആദ്യം ഓർക്കുക. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ടും അമിതമായ ഉത്കണ്ഠയും ഒക്കെ ആദ്യം ഉണ്ടാകും. കൃത്യമായ സമയത്ത് മാനസികമായ പിന്തുണയും ഇടപെടലും ഉണ്ടായാൽ ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കാൻ കഴിയും. മാനസികാരോഗ്യ വിദഗ്ധരായ ഡോക്ടർ ശിവദാസൻ പുതുവാളും ഡോക്ടർ വർഷ വിദ്യാധരൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. 2025 ഇത് പ്രകാരം ഏകദേശം 3900 കേസുകളോളം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഗാർഹിക പീഡനത്തിന്. അപ്പോൾ അത് വലിയൊരു ഒരുപാട് ആളുകൾ, അപ്പോൾ അവർക്കൊക്കെ റിസ്ക് ഉണ്ട്. അവർക്കൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരൊക്കെ വലിയ റിസ്ക് ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായും സ്വയം അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കാൻ അവരൊരു മാനസികാവസ്ഥ ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു ഈവൻ ചിലപ്പോൾ കുടുംബശ്രീ അതുപോലുള്ള ചെറിയ കൂട്ടങ്ങൾ പോലും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എനിക്ക് തോന്നുന്നു കേരള സർക്കാരിന് ദിശ അതുപോലെ തന്നെ മിത്ര സെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ ടോൾ ഫ്രീ നമ്പർ, അതിലേക്ക് അവർക്ക് വിളിക്കാൻ പറ്റും. പിന്നെ നമുക്ക് മെൻ്റൽ ഹോസ്പിറ്റലായാലും മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഏത് സമയത്തും അവർക്ക് ബന്ധപ്പെടാൻ പറ്റും. അതാണ് ഇതിൽ ഒരു പ്രധാനമായി നമ്മൾ ചികിത്സ അതിനായിട്ട് ബന്ധപ്പെട്ട് രോഗികളല്ല ഈ ഗാർഹിക പീഡനത്തിന് ഇരയാവുന്നവരുടെ ആത്മഹത്യ പ്രവണത നമുക്ക് കുറക്കാൻ പറ്റും. കാരണം ആത്മഹത്യ നമുക്ക് പ്രതിരോധമാണല്ലോ ഏറ്റവും പ്രധാനം. പിന്നെ പലപ്പോഴും ഈ ആത്മഹത്യ ചെയ്യുന്ന ആത്മഹത്യ പൂർത്തീകരിക്കുന്നവർ പൂർണ്ണമായിട്ട് അവർ ചിലപ്പോൾ കാര്യങ്ങൾ തുറന്ന് പറയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവർക്ക് അങ്ങനെ സമയം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ അധിക ആത്മഹത്യാ ശ്രമവും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. പല സ്റ്റഡീസിലും പറയുന്ന ഈ രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് ഈ ആത്മഹത്യ ചെയ്യുന്നതിന് ഏകദേശം ഒരു 50% മുതൽ 60% ആളുകൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ട് ഈ ഞാൻ പറഞ്ഞ ചികിത്സാ രീതികളിലൂടെ. 2020-21 കാലത്ത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ചെയ്തപ്പോൾ മനസ്സിലായത് നമ്മുടെ കേരളത്തിൽ ഓരോ 10 സ്ത്രീക്കും 100 പേരിൽ 10 സ്ത്രീകൾക്ക് പലതരത്തിലുള്ള അബ്യൂസുകളുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അബ്യൂസിൻ്റെ കൂടെ തന്നെ വരുന്ന വേറൊന്നാണ് ലൈംഗികപരമായിട്ടുള്ള പീഡനം, താല്പര്യമില്ലാതെ അല്ലെങ്കിൽ നിർബന്ധിച്ച്. അപ്പോൾ ഇതിന് പല ഫോം ഉണ്ടാവാം എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ കണക്കെടുത്തപ്പോൾ ഓരോ 100 സ്ത്രീകളിലും 29 സ്ത്രീകൾക്ക് വരെ ഈ പ്രശ്നമുള്ളതായിട്ട് കണ്ടു. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പലതരം ഫാക്ടേഴ്സാണ്. പലപ്പോഴും ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങളുടെ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, അവരുടെ പ്രകൃതം, സ്വഭാവം, ഒരു കാര്യത്തിനെ ഹാൻഡിൽ ചെയ്യാനുള്ള അവരുടെ കഴിവ്, ക്ഷമിക്കാനുള്ള കഴിവ്, ആ കുടുംബത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂടാതെ തന്നെ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരുന്നു, ഒരു പ്രോബ്ലം വന്നാൽ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ല്, പിന്നെ ഒരുപാട് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, സാമ്പത്തിക സുരക്ഷ ഇല്ലായ്മ ഉണ്ടാകാം, ലഹരി സാധനങ്ങളുടെ ഉപയോഗം ഉണ്ടാവാം. ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ഇതിനേക്കാളൊക്കെ മുകളിലായിട്ട് ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകുമല്ലോ, എന്നാൽ റിയാലിറ്റി പലപ്പോഴും അതാവില്ല. ഇത് മിസ്മാച്ച് വരുന്നത് ആ വ്യക്തിക്കും ആ 2 പേർക്കും യോജിച്ചു പോകാൻ പറ്റാതെ വരുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻസ് പലപ്പോഴും പലതരത്തിലുള്ള എബ്യൂസായിട്ട് മാറാറുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ റീസൺസ് ആണ് ഈ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പിറകിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.